ചിലപ്പോൾ നിന്നെക്കാൾ മുന്നേ കരയുന്നത് ഞാൻ. കുറച്ചു മുമ്പ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു വേദിയിൽ അല്പം ഒച്ചത്തിൽ ആൾക്കാരൊക്കെ സംസാരിക്കുന്നല്ലോ മനസ്സിലായി ആരോ ഒരു താരം വന്നിട്ടുണ്ടെന്ന്. അത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീവിദ്യയാണ്. ശ്രീവിദ്യയെ ഏറെ വിനയത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നോട് ഇന്ന് ഒരു കാരണവശാലും ഇവിടെ വരത്തില്ല, എനിക്ക് വരാൻ സാധിക്കില്ല, കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്ന ആളാണ്. വന്ന് എന്നെ ഞെട്ടിച്ചു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശ്രീ വന്നതിൽ. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമെന്ന്. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഐഷുവിൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത അന്ന് നൈറ്റ് മുതൽ അങ്കിളിനും ആൻറ്റിക്കൊക്കെ അറിയാം, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു രാത്രി ഒരു 10 വട്ടം വിളിക്കും. എവിടെയെങ്കിലും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ വിളിക്കും ഒരു 20 വട്ടം. എൻ്റെ വീട്ടിൽ നിന്ന് പോലും എന്നെ ഇത്രയും വിളിക്കാറില്ല. അപ്പോൾ അന്ന് മുതൽ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം സത്യം ഞാൻ മറന്നുപോയി. അങ്ങനെ ഓരോ കാര്യത്തിലും ഡ്രസ്സിനും അതും ഇതും ഓരോ കളേഴ്സ് സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഓടി. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു കല്യാണം കൂടുന്ന പോലെയാണ് എനിക്ക്. ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടിട്ട് ഒരുപാട് വർഷമായി. ആദ്യമായിട്ട് ഐഷു വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി നിൽക്കണം എൻ്റെ കൂടെയാണ്. അന്ന് രാത്രി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, 11 മണിക്ക് എണീറ്റിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് അമ്മേനെ കാണണം. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് നാള് ഒരുപാട് രാത്രികൾ പകലുകൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും ഡ്രൈവ് പോകണമെങ്കിൽ ഞാൻ വിളിക്കുക ഐഷുവിനെയാണ്. അത്രയും എനിക്ക് ദൈവം തന്ന എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. മറ്റന്നാ കല്യാണ വേദിയിൽ ചിലപ്പോൾ നിന്നെക്കാളും മുന്നേ കരയണത് ഞാനായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി എല്ലാം ഫിക്സ് ചെയ്ത് ലാസ്റ്റാണ് പറയണേ ഞാൻ വരില്ല എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ആഷ്ലി വന്നില്ലേ? ആണോ? ആഷ്ലി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആകെ എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് വന്നു. കാരണം എനിക്ക് ഈ ദിവസം വീട്ടിലിരുന്നാലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഉറക്കം വരില്ല. എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഫ്രണ്ടാണ്. അപ്പം സത്യം ജീവിതത്തിൽ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഫാമിലിയിലല്ലാത്ത ഒരാൾക്ക് നല്ലത് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച അവൾക്ക് നല്ലത് വരണം എന്നാണ്. ഇനിയും അർജുൻ അത് ഇപ്പോൾ കാണില്ല, പക്ഷെ ഉറപ്പായിട്ടും കേൾക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഐഷു അടിപൊളിയാണ്. കുറച്ച് തലവേദനയൊക്കെ ഉണ്ടാവും എന്നല്ലാതെ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ഭാര്യയായിരിക്കും, നല്ലൊരു കൂട്ടുകാരിയായിരിക്കും. അപ്പം ആൻറ്റി ഇവിടെ ഉണ്ട്, അപ്പം ആൻറ്റി കേട്ടിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം അടിപൊളിയാവട്ടെ, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ ഈ ഡ്രസ്സ് തൊട്ട് എൻ്റെ മേക്കപ്പ് എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് ഞാൻ ഒത്തിരി തവണ ഒരു ദിവസം വിളിക്കും. എനിക്ക് ഒരുപാട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് ശ്രീയെ. അവൾ ഷൂട്ടിലായിരിക്കും ചിലപ്പം, എന്നാലും എപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് തിരക്കാണെങ്കിൽ എനിക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അയച്ച് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി. കോസ്റ്റ്യൂമാണ് ഇപ്പം ഈ മേക്കപ്പും ഈ കോസ്റ്റ്യൂമും ഒക്കെ പരിചയപ്പെടുത്തി തന്ന ശ്രീയാണ്. അപ്പം അന്ന് മുതലല്ല, പരിചയപ്പെട്ടപ്പോൾ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ലൈഫ് ലോങ് എനിക്ക് ഈ ഒരു റിലേഷൻ ഇത്രയും നന്നായിട്ട് കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, താങ്ക് യു. വേണോ?